أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم. صدق الله. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹുജുറാത്താണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആമുഖ ക്ലാസ്സിൽ ഈ സൂറത്തിൻ്റെ നാമം, അവതരണ പശ്ചാത്തലം, പ്രധാനപ്പെട്ട ഉള്ളടക്കങ്ങളായിരുന്നു നമ്മൾ കൈകാര്യം ചെയ്തിരുന്നത്. സത്യവിശ്വാസികളെ വളരെ ഉത്കൃഷ്ടമായ സ്വഭാവ മര്യാദകൾ പഠിപ്പിക്കുന്ന ഒരു സൂറത്താണിത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ലോകത്ത് പുതിയൊരു സംസ്കാരം, അതിന് വിശ്വാസികൾ തന്നെ മാതൃക കാണിക്കണം. ലോക മനുഷ്യരിലേക്ക് ഇസ്ലാമിൻ്റെ ആ സാംസ്കാരിക സന്ദേശം എത്തണം. ഒന്നാമതായി ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെ പറഞ്ഞു തുടങ്ങുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ മുൻകടക്കാൻ പാടില്ല അള്ളാഹുവിനെയും റസൂലിനെയും. ലാ തുഖദ്ദിമു എന്ന് പറഞ്ഞാൽ മറികടക്കരുത്, തഖദ്ദമ എന്ന് പറഞ്ഞാൽ മുൻകടന്നു. ബൈന യദൈ അല്ലെങ്കിൽ ബൈനൽ യദ് എന്ന് പറയുമ്പോൾ, കൈകൾക്കിടയിലുള്ളത് എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ മുന്നിലുള്ള നിലവിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ഖുർആനിൽ ഏകദേശം 40 ഇടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശൈലിയിലൂടെ സംസാരിച്ചിട്ടുണ്ട്. അത് അറബികളിൽ സുവിധമായിരുന്ന ഒരു ശൈലിയാണ് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സൂറത്ത് യാസീനിൽ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദ, അവർക്ക് മുമ്പിൽ ഒരു മതിൽക്കെട്ടുണ്ട്, പിറകിൽ ഒരു മതിൽക്കെട്ടുണ്ട് എന്ന ശൈലിയിൽ ഖുർആൻ സംസാരിച്ചത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകും. ഇവിടെ ഇതിൻ്റെ അർത്ഥം, വിശ്വസിച്ചവരെ, അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും നിങ്ങൾ മറികടക്കാതിരിക്കുവിൻ എന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദബ് ഇവിടെ പഠിപ്പിച്ച് തുടങ്ങുകയാണ്. ഒരു സംസ്കാരം പഠിപ്പിക്കുമ്പോൾ ആദ്യമായി അതിൽ പഠിപ്പിക്കേണ്ടത് അള്ളാഹുവിനെക്കുറിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുമാണ്. അള്ളാഹുവിനെക്കുറിച്ചുള്ള ആദരവ്, ബഹുമാനം, അവനെക്കുറിച്ചുള്ള ഗാംഭീര്യം, അവൻ്റെ ശ്രേഷ്ഠതകൾ, അവനും നമ്മളും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ ഒരു സത്യവിശ്വാസി ഉൾക്കൊള്ളേണ്ടതുണ്ട്. ആരാണ് അള്ളാഹു, ആരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നവൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും മറികടക്കാതിരിക്കുവേനെന്ന് ഒന്നാമതായി നിർദ്ദേശിക്കുകയാണ്. അതിൻ്റെ താല്പര്യം അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ, അള്ളാഹു നമുക്ക് അനുവദിച്ചിട്ടുള്ള നിയമങ്ങൾ, അവൻ്റെ താല്പര്യങ്ങൾ, അവൻ്റെ ഇംഗിതങ്ങൾ ഒന്നും തന്നെ നമ്മൾ ഒരു നിലക്കും മറികടന്നുകൊണ്ട് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാൻ പാടില്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സ്രഷ്ടാവായും നാഥനായും അള്ളാഹുവിനെ സ്വയം അംഗീകരിച്ചവനാണവൻ. അതുകൊണ്ട് തന്നെ ആ അള്ളാഹു അയച്ചിട്ടുള്ള പ്രവാചകനെ തൻ്റെ മാർഗദർശിയായി, നേതാവായി അംഗീകരിക്കേണ്ടവരും ആണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അള്ളാഹുവിനെ നമ്മൾ സത്യപ്പെടുത്തുന്നുണ്ട്, സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയായി മാറുന്നു. ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും തൻ്റെ തീരുമാനം, തൻ്റെ ഇംഗിതങ്ങൾ, തൻ്റെ താല്പര്യങ്ങൾ, അഭിലാഷങ്ങൾ, മോഹങ്ങൾ, കണ്ടെത്തലുകൾ, അതൊന്നുമല്ല നമ്മൾ പരിഗണിക്കേണ്ടത്. എൻ്റേത് എന്ത് എന്നതല്ല. ഏത് കാര്യത്തിലും ദീനിൻ്റെ നിർദ്ദേശങ്ങൾ എന്താണ് എന്ന് നമ്മൾക്ക് പരിശോധിക്കാൻ സാധിക്കണം. ഇതൊരു വലിയ സംസ്കാരമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പിന്തുടരുക,
എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഒരു മഹത്തായ സംസ്കാരമാണ്. ലോകത്ത് അന്യം നിന്നു പോകുന്ന ഒരു സംസ്കാരം. ഒരു നേതാവിനെ മറ്റൊരാൾ പിന്തുടരാതിരിക്കുക, ഒരു വ്യവസ്ഥയെ, ഒരു മതത്തെ, ഒരു നിർദ്ദേശത്തെ, ഒരു നിയമത്തെ, ഒരു രാഷ്ട്രത്തെ എല്ലാവരും പിന്തുടരുന്നൊരവസ്ഥയുണ്ടാവുക എന്നത് വലിയ പുരോഗതിയുടെ സൗഭാഗ്യത്തിൻ്റെ ഒരു അടിത്തറയാണ്. ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു പിന്തുടരൽ സംസ്കാരം, ഒരു ഇത്തിബാഅ് ചെയ്യാനുള്ള, ഇതാഅത്ത് അനുസരിക്കാനും പിന്തുടരാനുമുള്ള ഒരു മനസ്സ് സത്യവിശ്വാസിക്ക് ഉണ്ടാകണം. അഥവാ ഒരു ദീൻ കാര്യത്തിലും ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും എല്ലാം അള്ളാഹുവിനെയും റസൂലിനെയും കവച്ചു കടക്കുന്ന ഒരു മനസ്സോ, മുമ്പിൽ ചാടുന്ന ഒരു പ്രകൃതമോ, ധിക്കരിക്കാനുള്ള ഒരു പ്രവണതയോ വിശ്വാസിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇവിടെ അള്ളാഹുവിനെക്കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും ഒന്നിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിനെ ഞാൻ അനുസരിക്കും, റസൂലിനെ അനുസരിക്കില്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതൊക്കെ സത്യമാണ്, ഹദീസിൽ പറഞ്ഞത് അത്ര സത്യമല്ല എന്ന രൂപത്തിലല്ല. അനുസരണത്തിൻ്റെ വിഷയത്തിൽ, ആദരവിൻ്റെ വിഷയത്തിൽ ഇവിടെ അള്ളാഹുവിനെയും റസൂലിനെയും ഒരുപോലെ അനുസരിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ എല്ലാ വിധികളും നമ്മൾ അംഗീകരിക്കണം. ഇപ്പോൾ നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെടുമ്പോൾ, സമ്പത്തുമായി ബന്ധപ്പെടുമ്പോൾ, സമൂഹവുമായി ബന്ധപ്പെടുമ്പോൾ, രാഷ്ട്രവുമായി ബന്ധപ്പെടുമ്പോൾ ആരെ വിധികളാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്? അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും. അവരെ മുൻകടക്കാൻ പറ്റുമോ? അതിരുകടക്കാൻ പറ്റുമോ? പറ്റില്ല. ഇത് വിശ്വാസികളുടെ ഈമാനിൻ്റെയും ആദർശത്തിൻ്റെയും താല്പര്യം കൂടിയാണ്. അതുകൊണ്ടാണ് ചില മുഫസ്സിറുകൾ ഈ പറഞ്ഞിട്ടുള്ള ആയത്തിൽ തൗഹീദുമുണ്ട്, റിസാലത്തുമുണ്ട്, അള്ളാഹുവിൻ്റെ ഏകത്വമുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ അംഗീകരിക്കുന്ന രീതിയുണ്ട്. വേറെ ചില ആളുകൾ പറയുന്നത് കിതാബും സുന്നത്തും ഇതിൽ പെടുന്നു. അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമായ ഖുർആനെ അംഗീകരിക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വന്നിട്ടുള്ള സുന്നത്തിനെയും അനുസരിക്കണം. കലിമത്തു ഷഹാദത്തിലെ സത്യസാക്ഷ്യവും കർമ്മസാക്ഷ്യവും അള്ളാഹുവിനെയും അവൻ നിശ്ചയിച്ചയച്ച റസൂലിനെയും മാർഗനിർദ്ദേശങ്ങൾ കേവലം ഈമാനിൽ, വിശ്വാസത്തിൽ മാത്രം പോരാ, കർമ്മങ്ങളിൽ കൂടി പ്രാവർത്തികമാക്കണമെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, പരിശീലിപ്പിക്കുന്നുണ്ട്. നമസ്കാരത്തിൽ നിങ്ങളൊരു പിന്തുടരൽ കൾച്ചർ പഠിക്കണം. ഒരു ഇമാം, അദ്ദേഹത്തെ മുൻകടക്കാൻ പാടില്ല. മുൻകടന്നാൽ നമസ്കാരത്തിന് പ്രശ്നമുണ്ട്. യാത്രയ്ക്ക് ഒരു ഇമാം, ഒരു സ്ഥാപനത്തിനൊരു നേതാവ്, ഒരു കുടുംബത്തിനൊരു കുടുംബനാഥൻ. അപ്പോൾ ഒരാളെ ഫോളോ ചെയ്യുന്നത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അവരെ മുൻകടന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങളുണ്ടാകും. ഓരോരുത്തരെ നിശ്ചയിച്ച പരിധിയിൽ നിന്ന് നിങ്ങൾ മുൻകടക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. അപ്പോൾ ഇതൊരു വലിയ സംസ്കാരമാണ്. നമുക്ക് ജീവിതത്തിൽ ഇന്ന് ആവശ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അടിത്തറയാണ്, അടിസ്ഥാനമാണ്. ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും ഇത് ശീലമാക്കണം. ഇപ്പോൾ ഉദാഹരണമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മാതാപിതാക്കൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവർ ഭക്ഷണം കഴിച്ച് തുടങ്ങിയിട്ടേ നമ്മൾ ഭക്ഷണം കഴിക്കാവൂ. അത്രമാത്രമാണ്. അവരെ മുൻകടക്കാൻ പാടില്ല. വലിയൊരു ആദരവിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ആ പറയുന്നത്. അള്ളാഹുവിൻ്റെ കൂടെ റസൂലിനെ ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറയുന്ന കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന തികഞ്ഞ ബോധ്യം അരക്കിട്ടുറപ്പിക്കുവാൻ കൂടിയാണ്. അങ്ങനെ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ മുൻകടന്നാൽ അത് അള്ളാഹുവിനെ മുൻകടന്നതുപോലെ തന്നെയാണ്. രണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ നിഷേധിക്കുന്ന പ്രവണതകൾ വർദ്ധിച്ചു വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വിശ്വാസികൾ തന്നെ പല കാര്യങ്ങളിലും സ്വന്തം അഭിപ്രായത്തിന് മുൻതൂക്കം കൊടുക്കുന്നു. സുന്നത്ത് അത് തെറ്റിയതായിരിക്കും, അത് ശരിയല്ല, അതിൽ ന്യൂനതകളുണ്ട്, കുറവുണ്ട്, ഒരു വലിയ വിഷയമാണ്, അതിലേക്ക് പോവുകയല്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ വിഷയത്തിൽ ഇതാണ് ശരിയെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവാചക അധ്യാപനങ്ങളെ നിരാകരിക്കുന്ന ഒരു പ്രവണത നമ്മളിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം ഒരു കാര്യത്തിലും അള്ളാഹുവിനെയും റസൂലിനെയും മറികടക്കാൻ നമുക്ക് പറ്റില്ല, കവച്ചു വെക്കാൻ വിശ്വാസികൾക്ക് അനുവാദമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഏത് കാര്യവും വിശ്വാസികൾ അംഗീകരിക്കണം. അവൻ്റെ ബുദ്ധിക്കും യുക്തിക്കും യോജിച്ചാലും ഇല്ലെങ്കിലും. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് കാലാധിവർത്തിയായിട്ടുള്ള, ദേശാധിവർത്തിയായിട്ടുള്ളൊരു സംഗതിയാണ്. ഒരു ദേശത്തിൻ്റെ ചട്ടക്കൂടിൽ അത് നിൽക്കില്ല. ഒരു കാലത്തിലേക്ക് പരിമിതപ്പെടുത്താൻ പറ്റില്ല. അന്ത്യദിനം വരെ പോകേണ്ട ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ അള്ളയും റസൂലും പഠിപ്പിക്കുമ്പോൾ
നമുക്കത് തിരിഞ്ഞിട്ടില്ലെങ്കിലും വരുന്നൊരു തലമുറക്കത് തിരിയും. അത്രയും ശാസ്ത്രീയമാണ് അതിലെ കാര്യങ്ങൾ. അതുകൊണ്ട് ചില കാലത്തെ മനുഷ്യർക്കേ മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണമായി നേരത്തെ സഹാബികൾ ജീവിച്ചപ്പോൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ബുദ്ധിപരമായി ശാസ്ത്രപരമായി തെളിയിച്ചു കൊടുത്തിട്ടല്ല അവർ അംഗീകരിച്ചത്. സമിഅ്നാ വ അതഅ്നാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അതിൽ നിന്ന് കടുകിട ഞങ്ങൾ തെറ്റുകയില്ല. തെറ്റിയാൽ ജീവിതത്തിൽ പ്രശ്നം വരും. കാരണം ത്രികാലജ്ഞാനിയായ അള്ളാഹു അറിയിക്കുന്ന കാര്യങ്ങൾ അവനറിയാം എന്താണ് ഭാവിയിൽ സംഭവിക്കുക. അത് ശാസ്ത്രം ഇനി പുരോഗമിക്കുമ്പോഴേ ചിലപ്പോൾ മനുഷ്യന്മാർക്ക് മനസ്സിലാവുകയുള്ളൂ, ചിലപ്പോൾ ശാസ്ത്രത്തിന് തന്നെ തെറ്റ് തിരുത്തേണ്ടി വരികയും ചെയ്യാം. എന്നാൽ മനുഷ്യൻ്റെ ബുദ്ധി, ചിന്ത, ഗവേഷണം അതൊന്നും അടിയറവ് വെച്ചുകൊണ്ട് അന്ധമായിട്ട് അനുകരിക്കണമെന്നല്ല ഇസ്ലാം നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. പകരം അതൊക്കെ അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ്. എന്തായിരുന്നാലും ഏതിലായിരുന്നാലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഗവേഷണ വിഷയങ്ങളിൽ തന്നെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പരിധികളെ നമുക്ക് മറികടക്കാൻ പാടില്ല. വ്യക്തിക്ക് മാത്രമല്ല, ഇത് സമൂഹത്തിനും ഭരണകൂടത്തിനും ബാധകമാണ്. സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ, കുടുംബപരമായ മുഴുവൻ രംഗങ്ങളിലും അള്ളാഹുവിനെയും റസൂലിനെയും മറികടക്കരുത് എന്നാണ് ഈ ആയത്ത് സവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഗവർണറായിട്ട് നിശ്ചയിച്ചയക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് താങ്കൾ അവിടെ വിധി നടത്തുക എന്ന് ചോദിക്കുമ്പോൾ ഖുർആൻ, സുന്നത്ത്, ഇജ്തിഹാദ്. അപ്പം അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. പണ്ഡിതന്മാരുടെ ഇജ്മാഅ് പോലും ഇങ്ങനെ അള്ളാഹുവിനെയും റസൂലിനെയും മറികടന്നാൽ അത് അംഗീകരിക്കപ്പെടുകയില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ നിയമനിർദ്ദേശം ഇസ്ലാമിക ഭരണഘടനയുടെ അടിസ്ഥാന ആമുഖം കൂടിയായിട്ട് സൂറത്തുൽ ഹുജുറാത്തിലെ ഈ 1-ാമത്തെ ആയത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഹുദൈബിയ സന്ധിയിലെ പല വ്യവസ്ഥകളും തുടക്കത്തിൽ ഉൾക്കൊള്ളാൻ സത്യവിശ്വാസികൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സുൽഹുൽ ഹുദൈബിയക്ക് ശേഷമാണ് അവതരിപ്പിക്കപ്പെട്ട ഈ സൂറത്ത് ആദ്യമായിട്ട് സംസാരിക്കുന്നത് അതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില സുൽഹുകൾ, ചില സന്ധികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു എന്ന് വരും. അത് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടിയാണ്. നിങ്ങളത് ഇപ്പം മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും അത് ഉൾക്കൊള്ളണം. അതിൽ നിന്ന് ചില സഹാബികൾക്ക് ഉൾക്കൊള്ളായ്മ ഉള്ളത് കൊണ്ടാണ് തൊട്ടുടനെ ഈ സൂറത്ത് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി ഹുദൈബിയ സന്ധിക്ക് ശേഷം അവതരിപ്പിക്കുന്നത് എന്ന്. പിന്നെ പറയുന്നത് വത്തഖുല്ലാഹ്, നിങ്ങൾ ഈ പറയുന്ന ഉത്കൃഷ്ടമായ അദബുകളും സംസ്കാരവും വിശ്വാസികളെ പഠിപ്പിക്കുമ്പോൾ അതിൽ അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഭയഭക്തി അവർ കാണിക്കണം. അവർക്ക് അള്ളാഹുവിനോട് ഖൗഫ് ഉണ്ടായിരിക്കണം, ഖുശൂ ഉണ്ടായിരിക്കണം, നന്മയും തിന്മയും അംഗീകരിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കണം, വാക്കിലും പ്രവൃത്തിയിലും അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ടിരിക്കണം. ഈ ലക്ഷ്മണരേഖ അവർ മുൻകടക്കാൻ പാടില്ല. ഇനി ഇതൊക്കെ മറികടക്കാനാണ് ഭാവമെങ്കിൽ അതാണ് ആയത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത്, ഇന്നല്ലാഹ സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. എല്ലാം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മനുഷ്യൻ്റെ സർവ്വ സംസ്കാരങ്ങളും സംസാരവും കേൾക്കുന്നുണ്ട്. അവൻ മനസ്സിൽ വിചാരിക്കുന്നത് അള്ളാഹു അറിയുന്നുണ്ട്. ആ അള്ളാഹുവിനെ നിങ്ങൾക്ക് പരലോകത്ത് അഭിമുഖീകരിക്കേണ്ടി വരും എന്നാണ്. അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അനുസരണത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് മുത്തക്കികളാകണം. വത്തഖുല്ലാ, അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നൊരു സത്യവിശ്വാസികളായി ജീവിതം അതിൻ്റെ ശരിയായ ഘടനയിൽ തുടങ്ങാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. സൂറത്തുൽ ഹുജുറാത്തിലെ 1-ാമത്തെ സൂക്തം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതനുസരിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.